നീ ഇവിടെ നീ ഒരു കാര്യം നമ്മുടെ വനിതാ തിയേറ്ററിലേക്ക് ചെല്ലണം. അവിടെ ഒരു പുതിയ നായിക വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാലോ, ടോപ്പ് ആംഗിളിൽ നിന്ന് കേട്ടോ. ശരിടാ. നീ മറ്റേ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയോ? നോക്കിയടാ, ഒരെണ്ണം കിട്ടി. നമ്മുടെ സൂപ്പർ സ്റ്റാർ സുദീപ് ഇല്ലേ, ഒരു ഡിഫൻഡർ എടുത്ത്. ആണോ? അത് നമ്മളപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഉണ്ടാക്കണം. അതായത് പാവപ്പെട്ട സുദീപ് സ്വന്തം കാശിന് ഡിഫൻഡർ എടുത്തു, അങ്ങനെ വേണം ക്യാപ്ഷൻ ഇടാൻ. അപ്പം ഇങ്ങനെ ക്യാപ്ഷൻ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കമൻറ്റ് വരും. ഈ കമൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇടും. പിന്നെ ഞങ്ങൾ പിന്നെ വണ്ടി എടുക്കുന്ന പഞ്ചായത്ത് ദിവസത്തിൻ്റെ പൈസയ്ക്ക് അങ്ങനെയൊക്കെ വരും. നമുക്കതൊന്നും നോക്കണം. നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ട് റീച്ച് ചെയ്യുക, അവരെ തെറി ഏൽപ്പിക്കുക എന്നുള്ളൂ. എടാ, നമ്മുടെ സോളിമാണി കൊച്ചിന് ചോറ് കൊടുക്കുന്ന വീഡിയോ ഇൻസ്റ്റയ്ക്കകത്തിട്ടുണ്ട്. അല്ല, നമ്മൾക്കിപ്പം സോളിമാനിൻ്റെ ഇത് വേണം ക്യാപ്ഷൻ വേണമല്ലോ. അതായത് സ്വന്തം കൈ കൊണ്ട് സ്വന്തം കുഞ്ഞിന് ആഹാരം കൊടുത്തു, അങ്ങനെ ക്യാപ്ഷൻ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ആയിക്കോളും. പിന്നെ കമൻറ്റിൽ ആൾക്കാർ തെറി വിളിക്കും, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇവരെങ്ങോട്ടും ഇവിടെ തെറി വിളിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലൊന്നും റീച്ച് ആകത്തുള്ളൂ. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. എടാ, നീ ഇതാണ്ടോ പുതിയൊരു നായിക തിയേറ്ററിലേക്ക് വരുന്ന വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാരെ ക്യാമറ എടുത്തത്? എടാ, അത് നമ്മുടെ പുതിയൊരു പയ്യന്. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടികൾ ക്യാമറ എടുക്കുക നമ്മൾ ടോപ്പ് ആംഗിളിൽ നിന്ന് വേണം എടുക്കാൻ കേട്ടോ. നമ്മുടെ മഞ്ഞക്കോയിലൊക്കെ എടുക്കുന്നുണ്ടില്ല, അതുപോലെ വേണം ക്യാമറ എടുക്കുക. എനിക്ക് മാത്രമേ ഇത് റീച്ച് ആകത്തുള്ളൂ. ഇതിൻ്റെ ക്യാപ്ഷനേ ഞാൻ പറയാം. വേണ്ട, അത് ഞാൻ പറയാം. ഐശ്വര്യ റായ് വരെ തോൽക്കും ഈ സൗന്ദര്യത്തിന് മുന്നിൽ. അതാകുമ്പോൾ അവള് തെറി കേട്ടോളൂ. അതെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മുദ്രാവാക്യം എന്താണെന്ന് അറിയാലോ. പിന്നെ മറ്റുള്ളവരെ തെറിയിപ്പിക്കുക, നമ്മൾ റീച്ച് ആകുക.